അസ്സാം വലൈക്കും. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഷഹബാനിലെ ആരാധനകൾ റമദാനിലേക്കുള്ള മുന്നൊരുക്കം എന്ന വിഷയത്തെക്കുറിച്ചിട്ട് നിങ്ങളോട് സംസാരിക്കാനാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അല്ലാഹു ജല്ല ജലാലു നമ്മളെ ഷഹബാൻ മാസത്തിൽ എത്തിച്ചിരിക്കുന്നു. പവിത്രമായ റജബ് മാസത്തിനും മഹത്തരമായ റമദാൻ മാസത്തിനും ഇടയിലുള്ള മാസമാണിത്. അല്ലാഹു നിശ്ചയിച്ച 12 മാസങ്ങളിൽ ഒന്നാണിത്. ആകാശങ്ങളും ഭൂമിയും സൃഷ്ടിച്ച ദിവസം അല്ലാഹു രേഖപ്പെടുത്തിയതനുസരിച്ച് അല്ലാഹുവിൻ്റെ അടുക്കൽ മാസങ്ങളുടെ എണ്ണം 12 ആകുന്നു. റമദാനിന് തൊട്ടു മുമ്പുള്ള ഈ മാസം സൽക്കർമ്മങ്ങളുടെ ഒരു വസന്തമാണ്. അതിൽ ഏറ്റവും മഹത്തായ കർമ്മം നോമ്പാകുന്നു. ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നു, ഷഹബാൻ മാസത്തിലേതിനേക്കാൾ കൂടുതലായി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റൊരു മാസത്തിലും റമദാൻ ഒഴികെ നോമ്പ് അനുഷ്ഠിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഷഹബാനിൽ അധിക ദിവസങ്ങളിലും നോമ്പ് നോൽക്കാറുണ്ടായിരുന്നു. റമദാൻ നോമ്പിന് മുന്നോടിയായുള്ള ഒരു തയ്യാറെടുപ്പും മുന്നൊരുക്കവും എന്ന നിലയിലായിരുന്നു അത്. നിർബന്ധ നമസ്കാരങ്ങൾക്ക് മുമ്പുള്ള റവാത്തീബായ സുന്നത്തുകൾ പോലെയാണ് റമദാനിന് മുമ്പുള്ള ഷഹബാൻ നോമ്പ്. ഒരു അടിമ ഫർള് നമസ്കാരത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് സുന്നത്ത് നമസ്കാരങ്ങൾ നിർവഹിച്ചാൽ അവൻ്റെ മനസ്സ് ഫർള് നമസ്കാരത്തിനായി പാകപ്പെടുകയും അതിൽ അവന് ഉന്മേഷം ലഭിക്കുകയും പൂർണ്ണമായ രൂപത്തിൽ അത് നിർവഹിക്കാൻ സാധിക്കുകയും ചെയ്യും. ഇതുപോലെ തന്നെയാണ് റമദാനിന് മുമ്പുള്ള ഷഹബാൻ നോമ്പും. ഷഹബാനിൽ അധികമായി നോമ്പ് അനുഷ്ഠിക്കുന്നവൻ്റെ മനസ്സ് പാകപ്പെടുകയും ആത്മാവിന് കരുത്ത് ലഭിക്കുകയും റമദാനിലെ നിർബന്ധ നോമ്പിനെ സ്വീകരിക്കാൻ അവൻ സജ്ജനാവുകയും ചെയ്യും. അതിനാൽ ഷഹബാൻ മാസത്തിൽ തൻ്റെ കഴിവിനനുസരിച്ചുള്ള നോമ്പുകൾ നോൽക്കുന്നതിൽ നിന്ന് ആരും വിട്ടുനിൽക്കരുത്. ഭൂരിഭാഗം ദിവസങ്ങളിലും നോമ്പ് നോൽക്കാൻ സാധിക്കുന്നവർക്ക് അങ്ങനെ ചെയ്യാം. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യ. ഖളാ വീട്ടാനുള്ള അവസരം. ഷഹബാൻ മാസത്തിൽ ഏറ്റവും കൂടുതൽ പരിഗണന നൽകേണ്ടത് നിർബന്ധമായ നോമ്പ് ബാക്കിയുള്ളവർക്കാണ്. ഖളാ ഉള്ളവർക്ക്. കഴിഞ്ഞ റമദാനിലെ നോമ്പ് ആർക്കെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ അത് ഈ റമദാനിൽ കടന്നു വരുന്നതിന് മുമ്പ് നോറ്റുവീട്ടൽ നിർബന്ധമാണ്. റമദാനിലെ നോമ്പ് വീട്ടാതെ പിന്തിപ്പിക്കാൻ പാടുള്ളതല്ല. അങ്ങനെ ചെയ്യുന്നത് ഹറാമാണ്. അതിനാൽ ഷഹബാനിലെ സുന്നത്ത് നോമ്പുകൾ അധികരിപ്പിക്കുക. അതോടൊപ്പം നിർബന്ധ നോമ്പ് ബാക്കിയുള്ളവർ അത് വേഗത്തിൽ വീട്ടിത്തീർക്കുകയും ചെയ്യുക. ശ്രദ്ധിക്കേണ്ട നിരോധനങ്ങൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഷഹബാനിലെ ചില ദിവസങ്ങളിൽ നോമ്പ് നോൽക്കുന്നത് നിരോധിച്ചിട്ടുണ്ട് എന്നത് നാം അറിഞ്ഞിരിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, നിങ്ങളിൽ ഒരാളും റമദാനിന് 1 അല്ലെങ്കിൽ 2 ദിവസം മുമ്പായി നോമ്പ് നോൽക്കരുത്. എന്നാൽ ഒരാൾ പതിവായി നോൽക്കാറുള്ള നോമ്പ് ആ ദിവസവുമായി യോജിച്ചു വന്നാൽ അവന് ആ ദിവസം നോമ്പ് നോൽക്കാവുന്നതാണ്. അതായത് തിങ്കളും വ്യാഴവും നോമ്പ് നോൽക്കുന്ന ശീലമുള്ള ഒരാൾക്ക് ഷഹബാൻ അവസാനത്തെ ദിവസങ്ങൾ തിങ്കളോ വ്യാഴമോ ആയി വന്നാൽ അന്ന് നോമ്പ് നോൽക്കുന്നതിൽ തെറ്റില്ല. ഷഹബാൻ മാസത്തിൽ ഖുർആനിനെ നമ്മൾ പാരായണം കൊണ്ട് ചേർത്ത് പിടിക്കുക. മുൻഗാമികളായ സൽഫുകൾ ഈ മാസത്തിലെ ഖുർആൻ പാരായണത്തിന് വലിയ പ്രാധാന്യം നൽകിയിരുന്നു. അതുകൊണ്ട് റമദാനിലെ പാരായണത്തിന് കരുത്ത് ലഭിക്കാൻ വേണ്ടി ഷഹബാനിൽ തന്നെ ഖുർആൻ പാരായണത്തിൽ മുഴുകുക. പ്രതിഫലം കാംക്ഷിച്ചുകൊണ്ട് ധാരാളമായി ഖുർആൻ ഖത്തം ചെയ്യാൻ ശ്രമിക്കുക. റജബിലും റമദാനിലും ഇടയിലുള്ള ഈ മാസത്തിൽ റമദാനിന് മുന്നോടിയായി നോമ്പും ഖുർആൻ പാരായണവും നിർവഹിക്കാൻ നാം ശ്രമിക്കണം. എന്നാൽ ഇസ്ലാമിൽ ഇല്ലാത്ത പുത്തനാചാരങ്ങളെയും നിഷിദ്ധമായ കാര്യങ്ങളെയും നിങ്ങൾ സൂക്ഷിക്കുക. ബിദ്അത്തുകൾ എല്ലാ കാലത്തും നിഷിദ്ധമാണ്. അല്ലാഹു സുബ്ഹാനഹു തആല മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അയക്കുകയും അദ്ദേഹത്തെ അനുസരിക്കാനും പിന്തുടരാനും നമ്മോട് കൽപ്പിക്കുകയും ചെയ്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിന്തുടരുന്നതിലൂടെയാണ് അല്ലാഹുവിനോടുള്ള നമ്മുടെ സ്നേഹം പരീക്ഷിക്കപ്പെടുന്നത്. അല്ലാഹു പറയുന്നു, നിങ്ങൾ അല്ലാഹുവെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ എന്നെ നിങ്ങൾ പിന്തുടരുക. എങ്കിൽ അല്ലാഹു നിങ്ങളെ സ്നേഹിക്കുന്നതാണ് എന്ന്
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്. നബിചര്യയെ പിന്തുടരുക എന്നതിനേക്കാൾ അലങ്കാരമുള്ള മറ്റൊരു കാര്യവുമില്ല. മതത്തിൽ പുതിയത് നിർമ്മിക്കുക എന്നതിനേക്കാൾ മോശമായ മറ്റൊരു കാര്യവുമില്ല. അതുകൊണ്ട് ഷഹബാൻ മാസത്തിൽ പുതുതായി ഉണ്ടാക്കിയ ബിദ്അത്തുകളെ നിങ്ങൾ സൂക്ഷിക്കുക, അതുപോലെ ഹറാമുകളെയും സൂക്ഷിക്കുക. കാരണം ഷഹബാൻ മാസത്തിൽ ചെയ്യുന്ന തിന്മകൾ ആത്മാവിനെ ക്ഷീണിപ്പിക്കും. അങ്ങനെ ക്ഷീണിച്ച ബലഹീനമായ ആത്മാവുമായിട്ടായിരിക്കും അവൻ റമദാനിലേക്ക് പ്രവേശിക്കുക. ഇതൊരു പരിശീലനം പോലെയാണ്. സൽക്കർമ്മങ്ങൾ കൊണ്ട് ആത്മാവിനെ പരിശീലിപ്പിച്ചാൽ വരാനിരിക്കുന്ന കാര്യങ്ങൾ ചെയ്യാൻ അതിന് കരുത്തുണ്ടാകും. എന്നാൽ തിന്മകൾ കൊണ്ടാണ് ആത്മാവിനെ നിറയ്ക്കുന്നതെങ്കിൽ പുണ്യങ്ങളുടെ വസന്തമായ റമദാൻ വന്നെത്തുമ്പോഴേക്കും അത് ക്ഷീണിച്ചു പോയിട്ടുണ്ടാകും. അതുകൊണ്ട് ഷഹബാനിലെ പാപങ്ങളെ സൂക്ഷിക്കുക. കാരണം റമദാനിലെ ആരാധനകൾ നിർവഹിക്കുന്നതിൽ നിന്ന് അത് നിങ്ങളെ തളർത്തിക്കളയും. ഷഹബാനിലെ നോമ്പും ഖുർആൻ പാരായണവും റമദാനിലെ ആരാധകർക്ക് കരുത്തു പകരാനാണെങ്കിൽ ഷഹബാനിലെ പാപങ്ങൾ റമദാനിലെ ആരാധനകളിൽ നിന്ന് നിങ്ങളുടെ ഹൃദയത്തെയും ആത്മാവിനെയും ദുർബലമാക്കിക്കളയും. ആരാണോ ആരാധനകൾ കൊണ്ട് റമദാനിനായി തയ്യാറെടുക്കുന്നത് അവന് റമദാനിലെ കർമ്മങ്ങൾ എളുപ്പമാകും. ആരാണോ റമദാനിന് മുന്നോടിയായി പാപങ്ങളും തിന്മകളും ചെയ്തു കൂട്ടുന്നത് അവൻ തൻ്റെ ഹൃദയത്തിലും ആത്മാവിലും വലിയ ഭാരങ്ങൾ വെക്കുകയാണ് ചെയ്യുന്നത്. റമദാനിലെ പുണ്യങ്ങൾക്കും അവനുമിടയിൽ അതൊരു ഭാരമായി തീരുകയാണ് ചെയ്യുന്നത്. ഇൻഷാ അല്ലാഹ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.